കണ്ണൂർ തവക്കരയിൽ 30ഓളം വീടുകളിൽ വെള്ളം കയറി. ഫയർഫോഴ്സ് എത്തി ആളുകളെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ്. ഇത് 5 കൊല്ലം മുമ്പ് പ്രളയത്തിന്റെ സമയത്ത് കയറിയനി. പക്ഷേ ഈ പ്രാവശ്യം വെറും കയറിയിരുന്നു. ഇപ്പൊ വൃത്തിയാക്കിക്കുന്നില്ല. തോടും കാര്യങ്ങളും ഒന്നും വൃത്തിയാക്കിക്കില്ല ആരും. ഇത്രയും വലിയ വെള്ളം കയറിയിട്ടില്ല ഇല്ല. പ്രളയത്തിന്റെ സമയത്ത് കയറിക്കുള്ളൂ. ഇത് കുറെ കൊല്ലങ്ങളായിട്ടുള്ള നടക്കുന്ന സംഭവമാണ്. ഇത് ഇന്നില്ല തുടങ്ങിയതല്ല. ഇത് നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുന്നില്ലാണ്ട് ഇതിന്റെ ഒരു ആക്ഷൻ ഇതുവരായിട്ട് എടുത്തിട്ടില്ല. പ്രോപ്പറായിട്ട് ഒരു ഓവ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഒരു മഴ പെയ്യുമ്പോൾ ഒരു കാട്ടി കൂട്ടിയിട്ട് പോകും. അതാണ് മെയിൻ. റെയിൽവേന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതാണ് മെയിൻ ഇഷ്യൂ. അത് നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് ഇതുവരായിട്ട് ഒരു മുന്നോട്ട് പോയിട്ടില്ല. അത് ക്ലിയർ ആയാൽ നമ്മൾ ഈ ഭാഗത്തുള്ള വെള്ളത്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇതാവും. അത് റെയിൽവേ ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. മുനിസിപ്പാലിറ്റി പറഞ്ഞ റെയിൽവേ ചെയ്യേണ്ടതാണ്. അന്ന് സുധാകരൻ MP എല്ലാം വന്നിട്ട് ഇതെല്ലാം കൊടുത്ത് റെയിൽവേൻ്റെ ആൾക്കാരാണ് 1 കോടി രൂപ കെട്ടിവെക്കണമെന്ന്. മുനിസിപ്പാലിറ്റി കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ പേപ്പർ വർക്ക് അതിന് ശേഷം നടന്നിട്ടില്ല. അതാണ് പ്രശ്നം.